നമസ്കാരം. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് ഇന്നലെ അഹമ്മദാബാദിലുണ്ടായിട്ടുള്ളത്. അഹമ്മദാബാദ് സർദാർ ഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ്, സെക്കൻഡുകൾക്കുള്ളിലാണ് വിമാനം തകർന്നു വീണത്. ഈ തകർന്നു വീണതിന് കാരണം എന്താണ്? എല്ലാവരും ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ്. എൻജിൻ തകരാറാണോ, അതല്ലെങ്കിൽ ഇതിനുള്ളിൽ ബോംബ് വെച്ച് തകർത്തതാണോ, അല്ലെങ്കിൽ പൈലറ്റ്സിനെ ആക്രമിക്കുകയും അവരെ വിമാനം നിയന്ത്രിക്കുന്നതിൽ തടസ്സപ്പെടുത്തി അവരെ കൊല്ലുകയോ മറ്റോ ചെയ്തുവോ? അങ്ങനെ തുടങ്ങി നിരവധി സംശയങ്ങൾ ഇതിലുണ്ട്. ഭീകരർ വിമാനത്തിൽ കയറിയിട്ടാണോ ഈ പരിപാടി നടത്തിയിട്ടുള്ളത്? എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഈ സംഭവിച്ചത് എന്താണ് എന്ന് എയർ ട്രാഫിക് കൺട്രോളർ ജനറൽ മാനേജറായിരുന്ന ഒവി മാക്സി ഇന്നൊരു ചാനലിന് നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഏഷ്യാനെറ്റ് ചാനലിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ സുപ്രധാനമാണ്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ വിമാന ദുരന്തമുണ്ടായത്, അതിൻ്റെ കൃത്യമായ ഒരു പഠനമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും ഈ എൻജിൻ തകരാറായതായിരിക്കാം, 2 എൻജിനും തകരാറായതായിരിക്കാം ഈ വിമാന ദുരന്തമുണ്ടായത് എന്നാണ് അദ്ദേഹം വിവരിക്കുന്നത്. പക്ഷേ ഒരു ചോദ്യമുണ്ട്, എവിടുന്ന് ഉയർന്നു പൊങ്ങുന്നവരെ എന്തുകൊണ്ട് എൻജിൻ തകരാറുണ്ടായില്ല? ഈ വിമാനമാണെങ്കിൽ വളരെ ഡ്രീം ലൈനർ വിമാനമാണ്. എല്ലാ അറ്റകുറ്റപ്പണികളും തീർത്ത് വളരെ സ്ട്രോങ് ആയതാണ്. എന്നാൽ ഇതിൽ നിറയെ ഇന്ധനമുണ്ടായിരുന്നു. ഒരു ചെറിയൊരു തീപ്പൊരി മതി കംപ്ലീറ്റ് ബ്ലാസ്റ്റ് ചെയ്യാൻ. ഇന്നലെ പറന്നുയർന്ന് JB മെഡിക്കൽ കോളേജിൽ മുകളിലേക്ക് തകർന്ന് കുത്തനെ വീണപ്പോൾ അവിടെ വെച്ച് പൊട്ടിത്തെറിച്ച് ഭയങ്കര ഭീകരമായ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച് അഗ്നിഗോളമായി മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ 295ഓളം പേർ മരിച്ചു എന്നുള്ള വിവരമാണ് പറഞ്ഞത്. 295 പേർ, അതായത് 241 പേർ അവിടെയുള്ള ആളുകളും കൂടാതെ ഏകദേശം 50ഓളം പേർ അല്ലാതെയും മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്ത്. കൂടാതെ 100 പേർ അവിടെ ഈ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളത്, അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. എമർജൻസി ഡോർ വഴി പുറത്തേക്ക് എടുത്തു ചാടി അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. ഒരു ഇന്ത്യക്കാരനായ അതേസമയത്ത് ബ്രിട്ടീഷ് പൗരത്വമുള്ള ഒരാളാണ് രക്ഷപ്പെട്ടത്. അത് അത്ഭുതകരമായ കാര്യമാണ്. 242 പേരും 241 പേരും മരിച്ചപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടത് അത്ഭുതകരം തന്നെ. ഇന്ന് പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ചു, പരിക്കേറ്റവരെ സന്ദർശിച്ചു. ഞെട്ടലോട് കൂടിയിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും കണ്ടത്. ഹൃദയഭേദകമായ കാഴ്ചയാണ് അവിടെ കണ്ടിട്ടുള്ളത്. ഒവി മാക്സി അതായത് ഈ ദുരന്തമുണ്ടാവാനുണ്ടായ കാരണം എന്താണെന്ന് അദ്ദേഹം വിവരിക്കുകയാണ്. 1998 മുതൽ 2004 വരെ അഹമ്മദാബാദ് എയർപോർട്ടിലെ എയർ ട്രാഫിക് കൺട്രോളറായിരുന്നു ഞാൻ. അവിടുത്തെ കൺട്രോൾ ടവറിലിരുന്ന് ഒരുപാട് വിമാനങ്ങൾക്ക് ടേക്ക് ഓഫ് നൽകുകയും ലാൻഡിംഗ് ക്ലിയറൻസ് കൊടുക്കുകയൊക്കെ ചെയ്ത അനുഭവം എനിക്കുണ്ട്. അഹമ്മദാബാദ് എയർപോർട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയ എയറോഡ്രോമകളിൽ ഒന്നാണ് അഹമ്മദാബാദ്. അവിടുത്തെ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങൾ വളരെ മികച്ച എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. ഇന്ത്യയിലെ തന്നെ മികച്ച എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങളും മികച്ച എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചറും നിലവിലുള്ള ഒരു എയർപോർട്ട് കൂടിയാണ് അഹമ്മദാബാദ്. കോഴിക്കോട് എയർപോർട്ടിനെ പോലെ സേഫ്റ്റി ക്രിട്ടിക്കലായ ഒരു ഫാക്ടേഴ്സും അവിടെയില്ല. അവിടുത്തെ റൺവേ ലെങ്ത്ത് തന്നെ 3505 മീറ്ററാണ് ഉള്ളത്. നമുക്ക് കോഴിക്കോടുള്ളത് 2800 മീറ്ററോളം കോഴിക്കോടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന വിമാനം ബോയിങ് 7878 കാറ്റഗറിയിൽപ്പെട്ട വിമാനം ഏകദേശം 11 വർഷം മുമ്പാണ് എയർ ഇന്ത്യ അക്വയർ ചെയ്തത്. ഇതുവരെ അങ്ങനത്തെ അതിന് വലിയ പ്രശ്നങ്ങളോ സാങ്കേതിക പ്രശ്നങ്ങളോ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ട റൺവേയുടെ അളവ് എന്ന് പറഞ്ഞാൽ, ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അഡ്വേഴ്സ് കണ്ടീഷനിൽ തന്നെ ഏകദേശം ഒരു 2500 മീറ്റർ ഉണ്ടെങ്കിൽ ഈ വിമാനം ഫുൾ ലോഡോടുകൂടി ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ടിൻ്റെ റൺവേ ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ബോയിങ് 737-350 സീരീസിലുള്ള വിമാനങ്ങൾക്ക് വേണ്ടി, ഇതിനെക്കാട്ടി ഒത്തിരി വലിയ വിമാനങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു എയർപോർട്ടാണ് അഹമ്മദാബാദ്. ഇതിന് മുമ്പിൽ അവിടെ ബോയിങ് 747 ജംബോ, ബോയിങ് 767, 777 തുടങ്ങിയ എയർക്രാഫ്റ്റുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്ത ഒരു എയർപോർട്ട് കൂടിയാണ്. അവിടെ ഇത്തരം വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ ലിമിറ്റേഷൻസും ഇല്ല. ഈ
റൺവേ 23, അതായത് ഒരു സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്, റൺവേ 23. ഈ റൺവേ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ എയർപോർട്ടിൻ്റെ ബൗണ്ടറി കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ റൺവേ ലെങ്ത് 3505 മീറ്റർ കഴിഞ്ഞാൽ ഏകദേശം 240 മീറ്ററോളം റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ അവിടെയുണ്ട്. അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കണ്ടോൺമെൻറ്റ്, ആ മിലിറ്ററിയുടെ ഒരു കണ്ടോൺമെൻറ്റ് ഏരിയ ആണ്. ആ കണ്ടോൺമെൻറ്റ് ഏരിയ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 1.25 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ മേഘാനി നഗർ എന്ന് പറഞ്ഞ ടൗൺഷിപ്പാണ്. അവിടെയാണ് ഈ BJ മെഡിക്കൽ കോളേജും മറ്റും ഉള്ളത്. ഞങ്ങളുടെ എയർപോർട്ടിൽ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ഈ മേഘാനി നഗർ ടൗണിലാണ്. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് വേണം ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. സാധാരണഗതിയിൽ ഈ എയർക്രാഫ്റ്റിൻ്റെ ഒരു കപ്പാസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ ഏകദേശം 2500 ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ടേക്ക് ഓഫ് ഒരു 2500 ഫീറ്റ് വരെ ഇതിന് ഉയരാൻ പറ്റും. പിന്നീട് റേറ്റ് ഓഫ് ക്ലൈംബ് കുറച്ച് കുറഞ്ഞു വരും, കാരണം എയർ ഡെൻസിറ്റി കുറയുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്ത് ഏകദേശം അതിൻ്റെ ക്ലൈംബ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ഏകദേശം 600-700 ഫീറ്റിലാണ്. അതായത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡിന് ഉള്ളിൽ തന്നെ ഇതിന് പവർ ലോസ്, എഞ്ചിന് പവർ ലോസ് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം ആ പിക്ചർ കണ്ടാൽ തന്നെ റൺവേയുടെ ഒരു 70% 75% പോർഷൻസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് സ്വാഭാവികമാണ്, കാരണം അവിടുത്തെ ടെമ്പറേച്ചറും മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അവിടുത്തെ ടെമ്പറേച്ചർ അബൌട്ട് 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ അഹമ്മദാബാദിൻ്റെ റഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 42.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിനെക്കാട്ടി താഴെയാണ്. അപ്പോൾ ടേക്ക് ഓഫിനുമായ അഡ്വേഴ്സായ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് റേഞ്ച് എയർക്രാഫ്റ്റാണ്. ഏകദേശം 9 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൈ ചെയ്യുന്ന ഒരു സെക്ടറിലാണ് ഈ വിമാനം പറക്കുന്നത്, അതായത് അഹമ്മദാബാദ് ടു ലണ്ടൻ. അപ്പോൾ ഏകദേശം ഈ പറയുന്ന 1,25,000 ലിറ്റർ ഏകദേശം 110 ടൺ ഫ്യൂവല് അതിൽ ഉണ്ടാവും. അപ്പോൾ ഹെവിലി ലോഡഡ് എയർക്രാഫ്റ്റാണ്. അതായത് 250 ഇതിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റി. അത് ഏകദേശം 230ഓളം യാത്രക്കാരും 31 യാത്രക്കാരും 242 പേർ അടക്കം 242 പേര്. അപ്പോൾ ഏകദേശം ഒരു ഓൾമോസ്റ്റ് എയർക്രാഫ്റ്റ് ഫുള്ളാണ്. പിന്നെ ഫ്യൂവലും ഏകദേശം ഫുള്ളാണ്, ഹെവിലി ലോഡഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ദൂരം ടേക്ക് ഓഫിന് വേണ്ടി എടുക്കുന്ന അത്ര വലിയ എന്താ പറയുക അസ്വാഭാവികമായ കാര്യങ്ങളൊന്നല്ല. ഈ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നതിലാണ് നമുക്കൊരു പിടികിട്ടാത്ത ഒരു വസ്തുത ഉള്ളത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കാം? സാധാരണഗതിയിൽ ഇന്ത്യയിലെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാനും ആക്സിഡൻറ്റുകൾ, ഇപ്പോൾ ഡൽഹിയിൽ അത് മിഡ് എയർ കൊളീഷനായിരുന്നു, അഹമ്മദാബാദ് അത് പൈലറ്റിൻ്റെ ഒരു എററായിരുന്നു, കോഴിക്കോടും ഒരു പൈലറ്റ് എററായിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്നത്. അഹമ്മദാബാദിൽ ഇതിനു മുമ്പുണ്ടായിരുന്നത് അത് ലാൻഡിങ് സമയത്താണ്. പിന്നെ ഗുവാഹട്ടിയിൽ ഒരു ക്രാഷ് ഉണ്ടായിരുന്നു, ഇൻഫാലിൽ ഒരു ക്രാഷ് ഉണ്ട്. ഇതൊക്കെ ലാൻഡിങ് ഫേസിലാണ് വിമാനങ്ങൾ ക്രാഷ് ചെയ്തത്. ടേക്ക് ഓഫ് ഫേസിൽ എൻ്റെ ഓർമ്മയിലുള്ള 2 കേസസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഔറംഗാബാദ് എന്ന സ്ഥലത്ത് ഒരു 90s ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ അത് ക്ലൈംബ് റേറ്റ് കുറവായതുകൊണ്ട് അതിൻ്റെ റൺവേയുടെ എൻഡിൽ ക്രോസ് ചെയ്യുന്ന ഒരു ട്രക്കിൻ്റെ കുറച്ച് ഉയരത്തിൽ ലോഡ് കയറ്റിയ ഒരു ട്രക്കിൽ പോയി ഇടിക്കുകയും വിമാനം തകരുകയുണ്ടായി. അത് കഴിഞ്ഞാലും എൻ്റെ ഓർമ്മയിൽ വരുന്ന ഈ ഒരു കേസാണ്. ഈ ഒരു കേസിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക എന്നത് ഒരു അനുമാനം എന്ന് പറഞ്ഞാൽ ഒരു 99% ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ എൻജിൻ ഫെയിലിയർ ഉണ്ടാകുക എന്നുള്ള. ഇപ്പോൾ ഈ എയർക്രാഫ്റ്റിൻ്റെ ടേക്ക് ഓഫ് ചെയ്യുന്ന മെക്കാനിസം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് ഒരു പർട്ടിക്കുലർ സ്പീഡ് ദാറ്റ് ഇസ് കോൾഡ് ഡിസിഷൻ സ്പീഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയും. ആ സ്പീഡ് അച്ചീവ് ചെയ്തതിന് ശേഷം ഒരു എൻജിൻ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എയർക്രാഫ്റ്റ് സുഗമമായിട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പാണ് ഒരു എൻജിൻ ഫെയിലിയർ ഉണ്ടാകുന്നതെങ്കിൽ പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്യില്ല, ടേക്ക് ഓഫ് അബോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള റിമൈനിങ് റൺവേയിൽ എയർക്രാഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്ന ടേക്ക് ഓഫ് ഓൾറെഡി ഇനീഷ്യേറ്റ് ചെയ്തു, അതായത് ക്രിട്ടിക്കൽ എയർക്രാഫ്റ്റ് കഴിഞ്ഞു. ക്രിട്ടിക്കൽ എയർക്രാഫ്റ്റ് കഴിയാന്ന് പറഞ്ഞാൽ എഞ്ചിന് ആവശ്യമായ പവർ ആ ടേക്ക് ഓഫ് സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും എന്ന് വേണം നമുക്ക് കരുതാൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് സംഭവിക്കുന്നത് ഈ എൻജിൻ്റെ പവർ ലൂസ് ചെയ്യും. എന്തുകൊണ്ടാണ് ഈ 2 എൻജിൻ ഫെയിലിയർ ഒരേ സമയത്ത് സംഭവിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ JFK എയർപോർട്ടിൽ വളരെ കാലങ്ങൾക്ക് മുമ്പാണ് ഒരു എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു ബോയിങ് 777 ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 3000 അടി 2500-3000 അടി ഇടയിൽ ഒരു മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ ഒരു പാത്ത് ക്രോസ് ചെയ്തിട്ട് അത് വലിയ പക്ഷികളായിരുന്നു, ചെറിയ നമ്മളെ പരുന്തുപോലെ പക്ഷികളല്ല, ഈ അരയണങ്ങളെ പോലെ വലിയ പക്ഷികൾ അതിൻ്റെ പാത്ത് ക്രോസ് ചെയ്തപ്പോൾ കുറേ അധികം പക്ഷികൾ 2 എഞ്ചിൻ്റെ ഉള്ളിലേക്കും
ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യപ്പെടുകയും 2 എഞ്ചിനും ഫെയിലിയർ ആകുകയും ചെയ്തൊരവസ്ഥ വന്നു. എയർക്രാഫ്റ്റിന് തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തൊട്ടടുത്തുള്ള ഹഡ്സൺ റിവറിൽ എയർക്രാഫ്റ്റ് ഡിച്ച് ചെയ്ത് ആളുകളൊക്കെ രക്ഷപ്പെടുത്ത അവസ്ഥയാണ്. ഇതേപോലെ അഹമ്മദാബാദിലുള്ള സാധ്യത കുറവാണ്. കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ബേർഡ് മെനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരുന്തും മറ്റ് ചെറിയ പക്ഷികളാണ്. ഇത്രയും വലിയൊരു എഞ്ചിനുള്ളൊരു വിമാനത്തിൽ ഒരു പരുന്ത് ഇടിച്ചു കഴിഞ്ഞാലൊന്നും എഞ്ചിൻ അങ്ങനെ ഒരു സീരിയസ് ആയ ഡാമേജ് ഒന്നും സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. മാക്സിമം സംഭവിക്കുന്ന അതിൻ്റെ ബ്ലേഡ്സ്, ടർബൈൻ ബ്ലേഡ്സിന് കുറച്ച് ബെൻഡ് വരെയോ അല്ലെങ്കിൽ 1-2 ബ്ലേഡുകൾ പൊട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ കോറിൻ്റെ ഉള്ളിലേക്ക് ഒരു ബേർഡൊക്കെ ഇഞ്ചക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതിനൊരു മെക്കാനിസം അതിൽ ബിൽറ്റിൻ ആയിട്ട് ആ ടെക്നോളജി അങ്ങനെയാണ്. എൻജിൻ്റെ ഈ ടർബൈൻ ബ്ലേഡിൻ്റെ ഔട്ടർ ഫേസിലുള്ള ഏതാനും ബ്ലേഡുകൾ അതിനെ എൻജിൻ്റെ സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ഈ ഇഞ്ചസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ബോഡിയെ അത് പുറത്തേക്ക് പോവുകയും പീസായിട്ട് പുറത്തേക്ക് പോകും. സ്ലൈറ്റ് ഡാമേജ് ഉണ്ടാവും. എൻജിന് വീണ്ടും റിപ്പയർ മറ്റൊക്കെ ആവശ്യമാണ്. പക്ഷേ എൻജിൻ പ്രവർത്തന നിലയ്ക്കുന്ന സാഹചര്യം ഉള്ള ചാൻസസ് വളരെ വിരളമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫാക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ റൺവേ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ എയർ ട്രാഫിക് കൺട്രോൾ, അവിടെയുള്ള ടവറിലിരിക്കുന്ന എയർ ട്രാഫിക് കൺട്രോൾ റൺവേയിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കും. അവിടെ 2 പേരുണ്ടാവും ഈ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ.